ഹലോ എവ്രി വൺ, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വെൽ. ഇന്ന് ഒരു സ്പെഷ്യൽ മാങ്ങ കറിയാണ്. ഇത് വിഷുക്കട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷനാണ്. വിഷുക്കട്ടയുടെ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടിരുന്നു. അത് കണ്ടപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു അതിൻ്റെ കൂടെ കഴിക്കുന്ന മാങ്ങാക്കറി കൂടെ ഇടാൻ. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങാക്കറിയാണ്. വിഷുക്കട്ടയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് സവാള ഒരെണ്ണം നീളത്തിലരിഞ്ഞത്, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം വട്ടത്തിലരിഞ്ഞത്, ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, 2 മാങ്ങ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന മാങ്ങയാണെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണ്ട, കറി ഒന്ന് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് പൊടികളാണ് ഇതിനകത്തോട്ട് വേണ്ടത്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും പൊടികളാണ് ആവശ്യമുള്ളത്. ഇനി ഉപ്പ് ആവശ്യത്തിന്, വിനാഗിരി 2 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ഇപ്പം നമ്മുടെ ഒരുമാതിരി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കഴിഞ്ഞു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പം ഞാനിവിടെ എല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അത് കട്ടിപ്പാലും എടുത്തിട്ടുണ്ട്, 2 പാലും എടുത്തിട്ടുണ്ട്. 2 പാലും 3 പാലും കൂടെ ചേർത്തിട്ട് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ആ പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് കിടന്നിട്ട് വേണം ഇത് വേവിക്കാൻ. പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന മാങ്ങയാണെങ്കിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത്. ഈ തേങ്ങാപ്പാലൊന്ന് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം മാങ്ങയെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി 1 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല കട്ടിയായിട്ടുള്ള പാലാണ്. 1/2 കപ്പ് 1 പാലാണ് എടുത്തിരിക്കുന്നത്. വിഷുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം തേങ്ങാപ്പാൽ എടുക്കാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തേങ്ങാപ്പാൽ കിട്ടും. ഇപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു നുള്ള് പെരിഞ്ജീരകം പൊടിച്ചതും കറുവാപ്പട്ട പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിട്ട് കൊടുക്കണ്ട. ഇതിട്ട് കൊടുക്കുമ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടൊന്ന് താളിച്ചിടണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, ഉണക്കമുളക് നടുകീറിയത് 3 ഉണക്കമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറിയ ഉള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നേരെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ കറിയിലോട്ട് താളിച്ചിടുമ്പോൾ ഉടനെ ഇളക്കരുത്.
കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെക്കണം, എന്നിട്ട് വേണം ഇളക്കാനായിട്ട്. അപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് വിഷുക്കട്ടയുടെ കൂടെ മാത്രമല്ല, ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഹാപ്പി വിഷു. താങ്ക് യു.